ചെന്നൈ അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രതി ജ്ഞാനശേഖരൻ കുറ്റക്കാരനെന്ന് ചെന്നൈ വനിതാ കോടതി. ജൂൺ 2-നാകും ശിക്ഷാവിധി. 5 മാസത്തിനകം പ്രതിക്ക് ശിക്ഷ നൽകാനായത് സർക്കാരിന്റെ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ അണ്ണാ സർവകലാശാല ബലാത്സംഗ കേസിൽ പ്രതി ജ്ഞാനശേഖരനെതിരായ 11 കുറ്റങ്ങളും തെളിഞ്ഞതായി ചെന്നൈ വനിതാ കോടതി കണ്ടെത്തി. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്ന പോലീസ് വാദവും കോടതി അംഗീകരിച്ചു. ജൂൺ 2-നാകും ശിക്ഷാവിധി. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുണ്ടെന്നും അതിനാൽ കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രതിക്ക് 5 മാസത്തിനകം ശിക്ഷ നൽകാനായത് സർക്കാരിന്റെ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കാണ് സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി പ്രതി DMK പ്രവർത്തകനാണെന്ന് വിമർശിച്ചു. സർക്കാരിനെ കുറ്റപ്പെടുത്തി BJPയും രംഗത്തെത്തി. 24 ചെന്നൈ.